നമസ്കാരം. ഫോളോ അപ്പിലേക്ക് സ്വാഗതം. ചില കാര്യങ്ങള് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, ഇത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ, എനിക്കിതറിയാം. അതല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയില്ല. കാരണം എന്താ? അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, അത് നമുക്കറിയാമല്ലോ. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യം ഈ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടിയിരുത്തി ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് നിയമസഭ, 2 പോലീസ്, 3 കോടതികൾ. ഈ 3 കാര്യങ്ങളും എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴെങ്കിലും ശരിക്കും മനസ്സിരുത്തി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. നിയമസഭ എന്ന് പറയുന്നത് നിയമം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. ഓരോ കാര്യങ്ങളിലും അവരാണ് നിയമം ഉണ്ടാക്കുന്നത്. പോലീസിംഗ് എന്ന് പറയുന്നത് ഈ നിയമസഭ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നാട്ടിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുകയും പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് പോലീസ്. അതുപോലെ തന്നെ കോടതികൾ ഈ പോലീസ് എടുക്കുന്ന കാര്യങ്ങൾ നിയമത്തെ എടുത്ത് മുൻപിൽ വെച്ച് വിശകലനം ചെയ്ത് പോലീസ് അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള മേൽനോട്ടം നോക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ അല്ലെ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്നതല്ല. പക്ഷെ ഈ 3 കാര്യങ്ങളും കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ വലിയ ചില കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ ബോധ്യം മാറിപ്പോകും. നമുക്കൊരു പുതിയ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. എന്തുകൊണ്ട് നിയമസഭയിലുള്ള ആൾക്കാർ നിയമം ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്നു എന്നും ഈ നിയമം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന പോലീസുകാരെ ഈ നിയമം ഉണ്ടാക്കുന്ന അസംബ്ലി തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ? ഇതൊക്കെ തമ്മിലുള്ള ആ ഒരു വിരോധാഭാസം നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കൊള്ളരുതായ്മകൾക്കും എന്താണ് മൂല കാരണമെന്ന് നമുക്ക് മനസ്സിലാവും. നിയമം ഉണ്ടാക്കുന്ന കുറച്ചു പേര്, ആ നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ആൾക്കാരെ നിയന്ത്രിക്കുന്നത് ഇതേ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാർ. കോടതി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് അതോറിറ്റി ഉള്ള, നിയമത്തെ വിശകലനം ചെയ്യാൻ മാത്രം ഉത്തരവാദിത്വമുള്ള ഒരു ബോഡിയാണ്, ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. പക്ഷെ അതേ സമയത്ത് നാളെ നമ്മുടെ നിയമസഭ ഒരു നിയമം ഉണ്ടാക്കിയാണ്, നാട്ടിൽ മോഷണം നടത്തുന്ന മോഷ്ടാക്കൾക്ക് ഒരു മാലയിട്ട് സ്വീകരണം കൊടുക്കണം, ഒരു പുതിയ നിയമമാണ്. അങ്ങനെ ഒരു നിയമം നമ്മുടെ നിയമസഭ ഉണ്ടാക്കിയാൽ അത് നടക്കുന്നുണ്ടോ എന്ന് പോലും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ഇതേ പോലീസിനാണ്. അതിൽ ന്യായമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കോടതിയെ സമീപിച്ചാൽ കോടതി ഈ നിയമം എടുത്ത് നോക്കിയിട്ട്, അല്ല സുഹൃത്തെ, ഈ നാട്ടിലെ നിയമം ഇതാണ്, അത് ശരിയായിട്ടാണ് പാലിക്കപ്പെടുന്നത് എന്ന് മാത്രമേ പറയാൻ ആ കോടതിക്ക് പറ്റുള്ളൂ. ഇതിലൊരു ന്യായമില്ല എന്ന് കോടതിക്ക് പറയാൻ പറ്റില്ല. കാരണം കോടതി നോക്കുന്നത് ആ സ്ഥലത്ത് നിലവിലുള്ള നിയമങ്ങൾ മാത്രമാണ്. ആ നിയമം കറക്റ്റ് ആയിട്ട് പോലീസുകാര് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ അവർ നോക്കുന്നു. അവർ അവരുടേതായ രീതിയിൽ ഒരു ന്യായം അവിടെ പുറപ്പെടുവിക്കുന്നില്ല. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൊഞ്ഞാടന്മാര് എന്ന് പറയുന്ന ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ടാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതെന്ന് മനസ്സിലാക്കുന്നത്. ഈ ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആൾക്കാർ അവിടെ പോയിരുന്ന നിയമം ഉണ്ടാക്കിയാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കുന്നതാണ് ആ നാട്ടിലെ നിയമം. അപ്പൊ അവരുടെ കയ്യിലുള്ള പവർ ഒന്ന് ഓർത്ത് നോക്ക്. താങ്ക് യു.